Assalamualaikum friends, welcome to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബേക്കറി ഐറ്റത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കുർബാനിയുടെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു ബേക്കറിക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിന് മൈദ 4 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാൽ വേണം. അത് ആവശ്യത്തിനാണ് പാൽ ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായും പഞ്ചസാരയും ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദയും പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാൽ ചേർക്കുന്നത് ഈ മൈദ ഒന്ന് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടാനും പാടില്ല കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് കുഴച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഓയിൽ വേണം. ഓയിൽ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. പാലിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മാവ് നല്ലവണ്ണം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന മാവ്, ഒരിക്കലും ഒരു ഹാർഡായ രീതിയിൽ കിട്ടാൻ പാടില്ല. സോഫ്റ്റായിട്ട് കിട്ടണം. ഈ മാവൊന്ന് പരത്തിയെടുക്കണം. കൈ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു കുഴൽ വെച്ചുകൊണ്ട് നല്ലവണ്ണം പരത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഈ രീതിയിൽ പരത്തിയെടുത്താൽ മതി. നമുക്കിതൊന്നൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നീളത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരണം. നല്ലവണ്ണം ചൂടാവണം. ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറായി കിട്ടുമ്പോൾ, ഒരു ബ്രൗൺ കളറായി കിട്ടുമ്പോൾ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേക്കറി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ കഴിക്കാനും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബേക്കറി ഐറ്റമാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കുർബാനിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.